തക്ക സമയത്ത് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നല്ലത് സ്വീകരിക്കുന്നതിന് മനുഷ്യനെ അവൻ്റെ ചിന്താശേഷി പ്രാപ്തനാക്കുന്നു. മറ്റു കലകളെപ്പോലെ തന്നെ സിനിമയെന്ന കലാരൂപത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന നല്ല സിനിമകൾ എന്നും നന്മയെ ചൂണ്ടിക്കാണിക്കുന്നവയാകുന്നു. രാഷ്ട്രീയ ഭരണരംഗങ്ങൾ കേരളത്തിൽ ഇത്രത്തോളം അധപ്പതിച്ച വേറൊരു കാലഘട്ടമില്ല. രാഷ്ട്രീയ രംഗത്തെ ഈ ജീർണത അല്പം നിശിതമായ ഭാഷയിൽ, ദൃശ്യഭാഷയിൽ ചൂണ്ടിക്കാണിക്കുന്ന ചിത്രമാണ് എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി. രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ കൈയിട്ടുവാരലും അവസരവാദവും സ്ഥാനമോഹവും ചിരിയുടെ മേമ്പൊടി കലർത്തി പരിഹസിച്ച സന്ദേശം എന്ന സിനിമ മലയാളികൾ ഒരിക്കലും മറക്കില്ല. എന്നാൽ ഇന്ന് അഴിമതിയും സ്ഥാനമോഹവുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി തമ്മിൽ തെല്ലും കൊലയും ചതിയും എന്നുവേണ്ട സർവ്വ നെറികേടുകളും കാട്ടി ഭരണം നേടുകയും പൊതുമുതൽ കട്ടുതിന്നുകയും സർവ്വവിധ സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും ചൂഷണങ്ങൾക്കും കൂട്ടുനിന്ന് കമ്മീഷൻ പറ്റുകയും ചെയ്യുന്ന ഒരു കൂട്ടമായി രാഷ്ട്രീയക്കാർ അധപ്പതിച്ചുവെന്ന സത്യം ജഗദമ്മ ചേച്ചി തുറന്നു കാട്ടുന്നു. അല്പം തൻ്റെടമുള്ള ശക്തി ആർജിച്ച ഒരു ഗ്രാമീണ സ്ത്രീയാണ് നമ്മുടെ ജഗദമ്മ ചേച്ചി. സാധാരണക്കാരി. വെറുതെ ഇരുന്നാൽ പോരാ, സ്ത്രീകൾക്കും അധികാരത്തിലെത്തുമ്പോൾ വിവരവും തൻ്റെടവും വിവേകവും വേണമെന്ന് ജഗദമ്മ ചേച്ചി പിന്നാലെ വരുന്ന പെമ്പിള്ളേരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ജഗദമ്മയെ മുന്നിൽ നിർത്തി നല്ലൊരു വടി കയ്യിൽ കൊടുത്ത് എഴുത്തുകാരനും സംവിധായകനുമായ ശിവാസ് നെറികെട്ട രാഷ്ട്രീയക്കാരെ ഒന്ന് തല്ലുകയാണ്. പഴയകാലത്തെ കണക്ക് സാറിൻ്റെ ചൂരൽ പ്രയോഗം. കണക്ക് പറഞ്ഞുള്ള കണിശമായ വീക്ക്. സംവിധായകന് ചിലത് പറയാനുണ്ട്, അതങ്ങ് തുറന്നു പറഞ്ഞു എന്നാണ് ഉർവശി ചേച്ചി പറഞ്ഞത്. തള്ളേണ്ടതും കൊള്ളേണ്ടതും പ്രേക്ഷകരാണ്. പഞ്ചവടിപ്പാലവും സന്ദേശവുമൊക്കെ വന്ന കാലത്ത് വഴക്ക് പറയലും ചെറിയ കിഴുക്കുമേ വേണ്ടി വന്നുള്ളൂ. എന്നാൽ നുള്ളും ശകാരവുമല്ല, കനത്ത ചൂരൽ പ്രയോഗവുമായി തന്നെയാണ് ജഗദമ്മ ചേച്ചി രംഗത്തെത്തിയിരിക്കുന്നത്. ചിലപ്പോൾ കേരളത്തിലെ കപട മുന്നണികൾ ജഗദമ്മ ചേച്ചിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കാം. കാരണം തെരഞ്ഞെടുപ്പിന് തലേന്ന് വോട്ടർമാർക്ക് ഓരോ കുപ്പി മദ്യവും 1000 രൂപയും വീതം കൊടുത്ത് അധികാരമുറപ്പിക്കുന്ന മുന്നണികൾക്ക് ജഗദമ്മ ചേച്ചിയുടെ സ്ഥാനാരോഹണം ഇഷ്ടപ്പെടുമോ എന്തോ.